ഹായ് നമസ്കാരം. നമുക്ക് നമ്മളുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോയിലേക്ക് പോവാം. സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന 10 അബദ്ധങ്ങളെ പറ്റിയിട്ടാണ് അതായത് 10 മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് നമ്മുടെ മിസ്റ്റേക്കുകൾ മനസ്സിലായിട്ട് ആ മിസ്റ്റേക്കുകൾ നമ്മൾ മാറ്റിയിട്ട് അതിന് ശരിയായ രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഏത് കാര്യത്തിലും നമുക്ക് ഒരു സക്സസ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ പറ്റുന്ന മിസ്റ്റേക്കിലത്തെ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും തന്നെ ഒരു ക്ലിയർ ഫിനാൻഷ്യൽ ഗോൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. എന്താണ് ക്ലിയർ ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമുക്ക് 5 വർഷത്തിനുള്ളിലുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കണം, ലോങ് ടേം ആയിട്ടുള്ള ഗോൾ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് എത്ര രൂപ നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ക്ലിയർ ഒരു ചിത്രം നമുക്കുണ്ടെങ്കിലാണ് നമ്മുടെ വരുമാനം കണക്കാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു ക്ലിയർ ഗോൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന ഫസ്റ്റ് മിസ്റ്റേക്ക്. അപ്പോൾ നമ്മൾ എല്ലാവരും ഫസ്റ്റ് മിസ്റ്റേക്ക് നമ്മൾ തിരുത്താനായിട്ട് ശ്രമിക്കുക. എന്താണ് നമ്മളുടെ ജീവിതത്തിൽ അടുത്ത 5 വർഷം നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നെക്സ്റ്റ് 10 വർഷത്തിന് ശേഷം നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായി. നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടൊരു ക്ലിയർ ഗോൾ ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ ഒന്നാമത്തെ മിസ്റ്റേക്ക്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലിവിങ് പേ ചെക്ക് ടു പേ ചെക്ക്. അതാണ് അതിന് പറയുന്ന ഒരു ഷോർട്ട് ഫോം. എല്ലാ ദിവസവും നമുക്ക് ഓരോ ചെക്കുകൾ ഇങ്ങനെ പേ ചെയ്യാനുണ്ടായിരിക്കുക. അതായത് നമുക്ക് 1-ാം തീയതി ആണെങ്കിൽ നമുക്ക് ആ ഫണ്ട് കൊടുക്കാനുണ്ട്, 2-ാം തീയതി നമുക്ക് ഈ ഫണ്ട് കൊടുക്കാനുണ്ട്. അങ്ങനെ ഓരോ ദിവസങ്ങൾ വരുമ്പോൾ നമുക്ക് ഓരോ പേയ്മെൻറ്റ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ റീപേയ്മെൻറ്റ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും നമുക്ക് ഇതാണ്, ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ ചെക്കുകൾ ഇങ്ങനെ പേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് അനാവശ്യമായിട്ട് നമുക്ക് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് അതിന് ദിവസവും അല്ലെങ്കിൽ മാസവും നമ്മുടെ പൈസ പോകുന്നത് എന്നുള്ള ആ ഒരു തെറ്റാണ് രണ്ടാമത്തേത്. അപ്പോൾ ആ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ട് അതിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു തെറ്റ് നമുക്ക് പറ്റുന്നത്. മൂന്നാമത്തെ ഒരു തെറ്റ് എന്ന് പറയുന്നത് ഹൈ ഡെപ്റ്റ്സ് ആണ്. അതായത് വലിയ ലോണുകൾ. നമുക്കറിയാം, നമ്മളൊരു ഹൗസിംഗ് ലോണിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്ക് പോവുകയാണെങ്കിൽ നമ്മുടെ വരുമാനം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കുകാർ പറയും ചിലപ്പോൾ നിങ്ങൾക്ക് 50 ലക്ഷം രൂപ ലോൺ തരാം, 40 ലക്ഷം രൂപ ലോൺ തരാം എന്നെല്ലാം നമ്മളെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ നമുക്ക് എത്ര രൂപ ലോൺ ആവശ്യമുണ്ടോ അതിൻ്റെ പകുതിയെ നമ്മൾ ലോണായിട്ട് എടുക്കാവൂ. കാരണം ബാക്കി പൈസ, നമ്മളൊരു വീട് വയ്ക്കാൻ 50 ലക്ഷം രൂപ ആവശ്യമുണ്ടെങ്കിൽ ഒരു 20 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു 50 ലക്ഷത്തിൻ്റെ പരിപാടിയിലേക്ക് നമ്മൾ പോകാവൂ. എപ്പോഴും നമ്മൾ ഫുൾ എമൗണ്ട് ലോണിലേക്ക് പോകുന്നത് നമുക്ക് ഏറ്റവും വലിയ ഒരു തെറ്റാണ്. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് നമുക്കുണ്ടെങ്കിൽ നമ്മളെല്ലാ മാസവും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഓരോ പർച്ചേസുകൾ ചെയ്യുകയും ആ ക്രെഡിറ്റ് കാർഡിൻ്റെ പൈസ നമ്മൾ കൃത്യസമയത്ത് നമ്മൾ തിരിച്ചടയ്ക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്, അതേപോലെ തന്നെ EMIs, ഇതൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തിരുത്തുക എന്നുള്ളതാണ് നമുക്ക് മൂന്നാമത്തെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ EMIs നമ്മൾ ഉണ്ടാക്കുന്നു. ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ എത്ര രൂപ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുമോ അത്രയും രൂപ നമ്മൾ മാക്സിമം എടുത്തു വെക്കുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ലോണുകൾ, ഇൻട്രസ്റ്റ് കുറവാണോ കൂടുതലാണോ എന്ന് നോക്കാതെ നമ്മൾ ധാരാളം ലോണുകൾ എടുത്തു വെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. നാലാമതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പുവർ സേവിങ് ഹാബിറ്റാണ്. പുവർ സേവിങ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് സേവിങ്സേ ഇല്ലാത്ത അവസ്ഥ. എല്ലാ മാസവും നമ്മൾ 1-ാം തീയതിയോ 2-ാം തീയതിയോ നമുക്ക് വരുമാനം കിട്ടുന്നു. 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ഫുൾ എമൗണ്ട് നമുക്ക് ചിലവഴിച്ച് തീരുന്നു. അടുത്ത 10 ദിവസം നമ്മൾ ചിലപ്പോൾ കടം വാങ്ങേണ്ട അവസ്ഥ വരുന്നു. ചിലപ്പോൾ ചെറിയ ഫണ്ട്, അതായത് തിങ്ങി ഞെരുങ്ങി നമ്മൾ കഴിയേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ
എന്താണ് സേവിങ് ഹാബിറ്റ് നമുക്കില്ലാതിരിക്കുന്നതാണ് മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക്. അപ്പോൾ അത് നമ്മൾ എല്ലാ മാസവും എന്തെങ്കിലും ഒരു എമൗണ്ട് നമ്മൾ സേവിങ്സിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എമർജൻസി ഫണ്ടിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയേണ്ടായി. ഏതൊരു കുടുംബത്തിനും എമർജൻസീസ് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എമർജൻസീസ് വരാം. നമുക്ക് വരുമാനമില്ലാത്ത അവസ്ഥകൾ വരാം, ചിലപ്പോൾ 5-6 മാസം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകൾ വരാം, ചിലപ്പോൾ നമ്മളുടെ വരുമാനം തരുന്ന കമ്പനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരാം, അസുഖങ്ങൾ വരാം, ഹോസ്പിറ്റലൈസേഷൻ വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഒരു എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമേ നമുക്ക് ഉണ്ടായിരിക്കില്ല. അതാണ് നമുക്ക് പറ്റുന്ന ഒരു അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ മാസവും ഒരു എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് എമൗണ്ട് നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റിയിടേണ്ടതാണ്. അടുത്തായിട്ട് നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക്, എപ്പോഴും നമുക്ക് ഭയങ്കര പേടിയാണ്. നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല, പിന്നെ അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് ഇല്ല, അതേപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം വരുന്നു, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും നമുക്കില്ല. പെട്ടെന്ന് ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു പേടി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളെ പറ്റി ഒന്നും ഒരു നോളേജ് ഇല്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മളുടെ വരുമാനം, എന്തൊക്കെയാണ് നമ്മളുടെ ചെലവുകൾ, എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി വെക്കണം, പിന്നെ അതേപോലെ തന്നെ അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. മാർക്കറ്റിൽ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് നമ്മൾ കാണാറുണ്ട്. ഇതിലേതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് അറിവില്ലായ്മ, അത് നമ്മളുടെ ഒരു മിസ്റ്റേക്കാണ്. അതേപോലെ തന്നെ എട്ടാമത്തെ ഒരു കാര്യം പറയണത് അൺപ്ലാൻഡ് സ്പെൻഡിങ് ആണ്. അതായത് നമുക്ക് പ്ലാനിങ് ഇല്ലാതെ നമ്മൾ എടുത്തു ചാടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങണം എന്ന് നമ്മൾ ആഗ്രഹിക്കാം. നമ്മളുടെ പഴയ ഫ്രിഡ്ജാണ്, കറണ്ട് ബില്ല് ഒരുപാട് വരുന്നു. അപ്പോൾ നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അപ്പോൾ നമുക്ക് പറയും ഓണത്തിന് നമുക്കൊരു ബോണസ് കിട്ടാനുണ്ട്, അതല്ലെങ്കിൽ ഒരു ചിട്ടി കിട്ടാനുണ്ട്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു അഡീഷണൽ ഫണ്ട് നമുക്ക് വരാനുണ്ട്, അത് വന്നു കഴിയുമ്പോൾ നമ്മൾ വാങ്ങാം എന്ന് നമ്മൾ തീരുമാനിക്കുക. അതല്ലാതെ നമ്മൾ പെട്ടെന്നൊരു ഓഫർ, ഓണത്തിൻ്റെ ഓഫർ, ക്രിസ്മസിൻ്റെ ഓഫർ, ന്യൂ ഇയറിൻ്റെ ഓഫർ, ഇതേപോലെയുള്ള ഓഫറുകൾ കാണുമ്പോൾ നമ്മളുടെ വരുമാനത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാതെ നമ്മൾ ഓടിപ്പോയിട്ട് നമ്മൾ എടുത്തു ചാടിയിട്ട് പലതും വാങ്ങുന്നു. പല കാര്യങ്ങളും വാങ്ങിക്കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക നമ്മൾ അൺവാണ്ടഡ് ആയിട്ടാണ് നമ്മൾ വാങ്ങിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം നമ്മൾ അൺപ്ലാൻഡ് ആയിട്ട് ഉള്ള സ്പെൻഡിങ് ഉണ്ടല്ലോ, അതായത് പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് നമ്മൾ കൂടുതൽ പൈസ ചിലവ് വരുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് അടുത്തൊരു മിസ്റ്റേക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനി വരുമ്പോൾ നമ്മൾ ഒന്നുകൂടി റീതിങ്കിങ്, ഇതിപ്പോൾ വേണോ അതോ 6 മാസം കഴിഞ്ഞിട്ട് മതിയോ, ഇതില്ലെങ്കിലും ഇപ്പം നമുക്ക് നടന്നു പോകുമോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ച ശേഷം നമ്മൾ എടുത്ത് ചാടി വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതായിട്ട് നമുക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക്, നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് തരാൻ ആരുമില്ല എന്നുള്ളതാണ്. അതായത് എന്താ പറയുക, നമുക്കിപ്പം സേവിങ്സിനെ പറ്റിയിട്ട് ചെയ്യണം, പക്ഷേ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, എത്ര ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് തരാൻ നമുക്ക് ആരും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. നമ്മളുടെ നാട്ടിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, നമ്മളാരും ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമാരെ നമ്മൾ പോയി കാണാറില്ല അല്ലേ. എൻ്റെ ഫിനാൻസ് ഒന്ന് അനലൈസ് ചെയ്യൂ, ഞാൻ ഇങ്ങനെയാണ് ചിലവാക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ഫിനാൻസ് കൺസൾട്ടൻറ്റുമാരെ നമ്മൾ പോയി കാണാറോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഉപദേശം ചോദിക്കാറോ ഇല്ല. അപ്പോൾ അതാണ് നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക്. 10ാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഡിലേഡ് ആക്ഷനാണ്, ടേക്കിംഗ് ആക്ഷനാണ്. അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി, ഇപ്പം നമുക്ക് ഒരു ഇൻഷുറൻസ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ നമുക്കൊരു എമർജൻസി ഫണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാലും നമുക്ക് അതൊരു ആക്ഷൻ എടുക്കാൻ പിന്നെയും നമ്മൾ താമസിക്കുന്നു എന്നുള്ളതാണ് 10ാമത്തെ ഒരു മിസ്റ്റേക്ക്. അപ്പോൾ ഈ 10 മിസ്റ്റേക്കുകൾ, ഇത് കോമൺ ആയിട്ട് വരുന്ന 10 മിസ്റ്റേക്കുകളാണ്. അപ്പോൾ ഈ 10 മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുകയും അത് തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്ത ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു 1ാമത്തെ ചവിട്ടുപടിയിലേക്ക് നമ്മൾ കാൽ വെച്ചു എന്ന് വേണം പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ നിങ്ങൾ ചോദിക്കാം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.